പ്രിയ സുഹൃത്തുക്കളെ, ഇതിനു മുൻപുള്ള എൻ്റെ വീഡിയോ ഈനോക്കിൻ്റെ സ്വപ്ന ദർശനത്തിൻ്റെ 89-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഞാൻ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ചില വാക്യങ്ങളുടെ ഭാഗങ്ങൾ പലയിടത്തായി ചിതറിക്കിടക്കുന്നതിനാൽ അപ്പോൾ ഞാൻ അവസാന വാക്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതിൻ്റെ ശേഷിപ്പ് ഇപ്പോൾ കണ്ടതിനാൽ ഈ പുതിയ വീഡിയോ അതിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഒരു വെളുത്ത കാളയെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. അവൻ വിറച്ചു നിന്നൊരു രഹസ്യം പഠിച്ചു. ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആ കാളയാണ് പ്രതീകാത്മകമായി ബൈബിളിലെ നോഹ, ദൈവം തിരഞ്ഞെടുത്തവൻ, സ്വർഗീയ ദൂതന്മാരിൽ ഒരാളാൽ പഠിപ്പിക്കപ്പെട്ടവൻ. അതിൻ്റെ വിശദീകരണം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി അതിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ഞാൻ ക്ഷണിക്കുകയാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വിട്ടുപോയ ആ വരി എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 89:2 3 കാളകളും തിരഞ്ഞെടുക്കപ്പെട്ട ആ വെള്ളക്കാളയുടെ കൂടെ ആ കപ്പലിലേക്ക് പോയി. അവർ മൂടപ്പെട്ടിരുന്നു. അതായത് പ്രതീകാത്മകമായി നോഹയുടെ 3 ആൺകുട്ടികളിലൂടെ മാനവികതയുടെ തുടർച്ച ഉറപ്പാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ അനാവരണമായിരുന്നത്. അവർ മൂടപ്പെട്ടിരുന്നു എന്നത് നമുക്ക് ബൈബിളിലെ ഉൽപ്പത്തി 7:16 ഒന്ന് കൂട്ടി വായിക്കാം. ആൻഡ് ദ ലോർഡ് ഷട്ട് ഹിം ഇൻ. ലോർഡ് അവനെ അടച്ചിട്ടു. ഇത് ഉടമ്പടി സംരക്ഷണത്തിനായുള്ള മാനവരാശിയുടെ ഒരു ശേഷിപ്പിൻ്റെ ദൈവത്തിൻ്റെ കാത്തു സൂക്ഷിപ്പിക്കലിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്. അത് വെറൊരു പെട്ടകം മാത്രമായിരുന്നില്ല, മറിച്ച് ഉടമ്പടി സംരക്ഷണത്തിൻ്റെ ഒരു വിശുദ്ധ മന്ദിരമായിരുന്നു എന്നിത് വെളിപ്പെടുത്തുന്നു. പിന്നെ വീണ്ടും ഞാൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ 7 വെള്ളച്ചാലുകളുള്ള ഒരു ഉയർന്ന മേൽക്കൂര കണ്ടു. ആ ചാലുകളിൽ കൂടി ഒരു പ്രത്യേക വളപ്പിലേക്ക് ധാരാളം വെള്ളം ഒഴുക്കി വിടുന്നതും ഞാൻ കണ്ടു. ഇത് ഈനോക്കിൻ്റെ ആദ്യ പുസ്തകമായ വാച്ചേഴ്സിൽ അനേകം സ്റ്റോർ ഹൗസസ് ഉണ്ടെന്ന് നിങ്ങൾ വായിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ? ഇത് അതിലൊന്നാകുവാനാണ് സാധ്യത. ഇനി അടുത്ത വരിയിലേക്ക് കടക്കാം. ഞാൻ വീട്ടിൽ നോക്കിയപ്പോൾ ആ വലിയ വളപ്പിൻ്റെ തറയിൽ ഉറവുകൾ പൊട്ടിപ്പുറപ്പെട്ടതും വെള്ളം കുമിളിയായി ഉയർന്ന് തറയ്ക്ക് മുകളിൽ ഉയരുന്നതും ഞാൻ കണ്ടു. ആ വളപ്പിൻ്റെ തറ മുഴുവനും വെള്ളത്താൽ മൂടപ്പെടുന്നത് വരെ ഞാൻ അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഉയർന്ന വെള്ളത്തിൻ്റെ പൊക്കം ഞാൻ നോക്കിയപ്പോൾ വളപ്പിന് മുകളിലെത്തിയ ആ വെള്ളം കവിഞ്ഞൊഴുകി ഭൂമിയിൽ അവശേഷിക്കുന്നതും അതിനാൽ ഭൂമിയിൽ വെള്ളവും ഇരുട്ടും മൂടൽമഞ്ഞും വർദ്ധിച്ചു പരക്കുന്നതും ഞാൻ കണ്ടു. ഒരുമിച്ച് കൂട്ടപ്പെട്ട അവർ എങ്ങനെ വെള്ളത്തിൽ മുങ്ങിത്താന്ന് നശിച്ചു എന്ന് ഞാൻ കണ്ടു. ഇവിടെ അവർ എന്നത് സങ്കര ജീവികളെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത്, ആ കപ്പൽ വെള്ളത്തിലൂടെ നീങ്ങുവാൻ തുടങ്ങി. എന്നാൽ എല്ലാ കാളകളും ആനകളും ഒട്ടകങ്ങളും കഴുതകളും മറ്റു മൃഗങ്ങളോടുകൂടി അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി. അതിനാൽ പിന്നീട് എനിക്ക് അവയെ കാണുവാൻ കഴിഞ്ഞില്ല. അവർക്ക് അവിടെ നിന്ന് പുറത്തേക്ക് വരുവാൻ കഴിഞ്ഞില്ല. അവയെല്ലാം അഗാധത്തിലേക്ക് ആണ്ടുപോയി, അതിൽ മുക്കി നശിപ്പിക്കപ്പെട്ടു. പ്രതീകാത്മകമായി ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സങ്കര ജീവികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബൈബിളിൽ 2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന
ഭൂമിയിലെ സ്ത്രീകളിൽ ആകൃഷ്ടരായി തങ്ങളുടെ സ്ഥാനങ്ങൾ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൂതന്മാർക്ക് ഭൂമിയിലെ സ്ത്രീകളിൽ ജനിച്ച രാക്ഷസ കുട്ടികൾ നഫ്ലീമുകളാണിവർ. ഇതിലൂടെ നാം കണ്ടത് അവരെ എന്നേക്കുമായി നശിപ്പിച്ച് ദൈവീക ക്രമത്തിലേക്ക് ഭൂമിയെ തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു വിധി നടപ്പാക്കൽ 3 തലമുറയ്ക്ക് മുന്നേ തന്നെ ദൈവം ഈനോക്കിന് കാട്ടിക്കൊടുക്കുന്നതാണ്. പെട്ടകത്തിൽ അടയ്ക്കപ്പെട്ടവർ ഒഴികെ ഭൂമിയിലുള്ള എല്ലാത്തിനെയും നശിപ്പിച്ച് ദൈവിക ക്രമത്തിന്റെ പുനഃസ്ഥാപനത്തിന്റെ ആരംഭം കുറിക്കലായിരുന്നു ആ പൂർണ്ണ വെള്ളപ്പൊക്കം. വീണ്ടും ഞാൻ ആ ദർശനത്തിൽ നോക്കിക്കണ്ടത് എന്തെന്നാൽ, കടലിലെ ജലധാരകളുടെ പുനഃസ്ഥാപനത്തോടുകൂടി അവയുടെ വഴികൾ തുറക്കപ്പെടുന്നതും ഭൂമിയുടെ അഗാധമായ പിളർപ്പുകൾ നിരന്ന് ഭൂമി സമതലമായി തീരുന്നതുമാണ്. ഭൂമിയിലെ വിടവുകൾ നിരപ്പാക്കപ്പെട്ടതിന് ശേഷം ആ കപ്പൽ ഭൂമിയിൽ ഉറപ്പിക്കപ്പെട്ടതോടുകൂടി ഇരുട്ടകന്നു പോവുകയും വെളിച്ചം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ പുനഃസ്ഥാപനത്തിലൂടെ ദൈവിക ക്രമം വീണ്ടും ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതാണ് നമുക്ക് ഇതിലൂടെ കാണുവാൻ കഴിയുന്നത്. 89:9 മനുഷ്യനായി മാറിയ വെളുത്ത കാള മറ്റു 3 കാളകളോടൊപ്പം ആ കപ്പലിൽ നിന്നും പുറത്തേക്ക് വന്നു. ആ 3 കാളകളിൽ ഒന്ന് ആ കാളയെപ്പോലെ വെളുത്തതായിരുന്നു. ഒന്ന് രക്തം പോലെ ചുവന്നതും മറ്റേത് കറുത്തതുമായിരുന്നു. വെളുത്ത കാള കടന്നുപോയി, അതായത് നോഹ മരിച്ചു. ഇവിടെ വെള്ള, ചുവപ്പ്, കറുപ്പ് ഈ നിറങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്ഭവം ഒന്നിൽ നിന്നും, അതായത് നോഹയിൽ നിന്നുമാണെങ്കിലും 3 വ്യത്യസ്തമായ പാതകളിൽ കൂടി സഞ്ചരിച്ച് 3 തീരങ്ങളിൽ എത്തിച്ചേരുന്ന നോഹയുടെ പരമ്പരയാണ് ഇത് കാണിക്കുന്നത്. ഒന്നാമൻ ഷേം നോഹയുടെ ഉടമ്പടിയുടെ പാത പിന്തുടർന്നപ്പോൾ, രണ്ടാമൻ ഹാം സംഘട്ടനത്തിന്റെയും, മൂന്നാമൻ ജാഫേത്ത് പല ദിശയിലേക്കുള്ള ചുറ്റിത്തിരിയലുമാണ് സ്വീകരിച്ചത്. വംശാവലിയുടെ ദൈവിക ക്രമത്തിന്റെയും വിധിയുടെയും പ്രതീകങ്ങളാണ് ഈ വ്യത്യസ്ത നിറങ്ങൾ. അല്ലാതെ മാനുഷിക വർണ്ണവ്യത്യാസങ്ങളെ അല്ല ഇത് കാണിക്കുന്നത്. നോഹയെ പോലുള്ള നോഹയുടെ മൂത്ത പുത്രൻ ഷേം, നോഹയെ പോലെ നിർമ്മലനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ ഷേമിൽ കൂടി ആ പരമ്പരയിൽ കൂടി ഉടമ്പടി പുതുക്കപ്പെടുന്നു. അവന്റെ വംശം വാഗ്ദത്തത്തിന്റെ ജനമായി മാറുന്നു. നോഹയുടെ 2ാമത്തെ മകൻ ഹാമിന്റെ പരമ്പരയെ സംഘർഷത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. പിന്തുടരപ്പെടുകയും ചിതറിക്കപ്പെടുകയും ചെയ്ത ജനത ഇത് ന്യായവിധിയെയും നാടുകടത്തലിനെയും പ്രതിധ്വനിപ്പിക്കുന്നു. നോഹയുടെ 3ാമത്തെ മകൻ ജാഫേത്ത് ദൂരവ്യാപനം, പല ദിശകളിലെ സഞ്ചാരം, ദിശകൾ പലതായപ്പോഴുള്ള അവ്യക്തത, വടക്കൻ വ്യാപ്തി ഇവയാണ് പ്രതിധ്വനിപ്പിക്കുന്നത്. അടുത്ത അധ്യായം മുതൽ നോഹയുടെ കാലത്തിന് ശേഷം ഭൂമിയിൽ നടന്ന സംഭവവികാസങ്ങളാണ്. പ്രിയ സുഹൃത്തുക്കളെ, നന്ദി. ഈ പുണ്യ ദർശനത്തിലൂടെ എന്നോടൊപ്പം നടന്നതിനും അത് കണ്ടതിനും നന്ദി. നിങ്ങളുടെ സമയവും ശ്രദ്ധയും തുറന്ന മനസ്സും വാക്കുകൾക്ക് പറയാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഈ യാത്ര നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തിയോ, ചിന്തയെ ഉണർത്തിയോ എങ്കിൽ മുൻ അധ്യായങ്ങൾ പങ്കിടാനോ അഭിപ്രായമിടാനോ വീണ്ടും സന്ദർശിക്കുവാനോ മടിക്കേണ്ട. സമാധാനവും വ്യക്തതയും ദിവ്യ ഉൾക്കാഴ്ചയും നിങ്ങളെ എപ്പോഴും നയിക്കട്ടെ.